മഹാവിഷ്ണുവിന്റെ ഒന്നാമത്തെ അവതാരമാണ് മത്സ്യാവതാരം. ഈ അവതാരത്തിന്റെ കഥ നമുക്കൊന്ന് കേട്ടുനോക്കിയാലോ? സത്യയുഗത്തിന്റെ അവസാനത്തിൽ ദ്രാവിഡ ദേശത്തെ രാജാവായിരുന്ന സത്യവ്രതൻ കൃതമാല നദിയിൽ തർപ്പണം നടത്തുമ്പോൾ ഒരു ചെറിയ മത്സ്യം അദ്ദേഹത്തിന്റെ കൈപ്പത്തിയിൽ വന്നു. ആ മത്സ്യം തന്നെ വലിയ മത്സ്യങ്ങളിൽ നിന്ന് രക്ഷിക്കണമെന്ന് രാജാവിനോട് അപേക്ഷിച്ചു. ദയാലുവായ രാജാവ് ആ മത്സ്യത്തെ തന്റെ കമണ്ഡലുവിൽ ഇട്ടു, അഥവാ വെള്ളം സൂക്ഷിക്കുന്ന പാത്രം. എന്നാൽ ഒരു രാത്രി കൊണ്ട് ആ മത്സ്യം വളർന്ന് കമണ്ഡലുവിൽ കൊള്ളാതായി. പിന്നീട് രാജാവ് അതിനെ ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റി. താമസിയാതെ അതും ചെറുതായി. തുടർന്ന് കുളത്തിലും നദിയിലും ഒടുവിൽ സമുദ്രത്തിലും കൊണ്ടുപോയി വിട്ടു. അപ്പോഴും മത്സ്യം അതിവേഗം വളർന്നുകൊണ്ടിരുന്നു. ഈ അത്ഭുതം കണ്ട രാജാവിന് കാര്യം മനസ്സിലായി. ഇത് സാധാരണ ഒരു മത്സ്യമല്ല, മറിച്ച് സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അദ്ദേഹം ആ മത്സ്യത്തെ വണങ്ങി എന്തിനാണ് ഇങ്ങനെയൊരു രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടതെന്ന് ചോദിച്ചു. അപ്പോൾ മഹാവിഷ്ണു തന്റെ അവതാര ലക്ഷ്യം വെളിപ്പെടുത്തി. 7 ദിവസത്തിനകം ലോകം മുഴുവൻ നശിക്കുന്ന ഒരു മഹാപ്രളയം ഉണ്ടാകുമെന്നും ആ പ്രളയത്തിൽ നിന്ന് സർവ്വ ജീവജാലങ്ങളെയും രക്ഷിക്കുകയാണ് തന്റെ ലക്ഷ്യമെന്നും അറിയിച്ചു. ഒരു വലിയ തോണി നിർമ്മിക്കാനും സപ്തർഷികളെയും എല്ലാ ജീവജാലങ്ങളുടെയും വിത്തുകളെയും സസ്യങ്ങളെയും ആ തോണിയിൽ കയറ്റാനും മഹാവിഷ്ണു രാജാവിനോട് ആവശ്യപ്പെട്ടു. വാസുകി എന്ന സർപ്പത്തെ കയറാക്കി ആ തോണിയെ മത്സ്യത്തിന്റെ കൊമ്പിൽ ബന്ധിച്ചു. മഹാപ്രളയത്തിന്റെ കാലത്തുടനീളം മത്സ്യം ആ തോണിയെ സുരക്ഷിതമായി വലിച്ചുകൊണ്ടുപോയി. പ്രളയത്തിനു ശേഷം ഹിമാലയത്തിന്റെ ഉയർന്ന കൊടുമുടിയിൽ തോണി എത്തിച്ചു. അങ്ങനെ വൈവസ്വത മനുവിൽ നിന്നും സപ്തർഷികളിൽ നിന്നും ലോകത്ത് വീണ്ടും ജീവൻ തഴച്ചുവളർന്നു. ലോകത്തെ ഒരു മഹാവിപത്തിൽ നിന്ന് രക്ഷിക്കാനെടുത്ത മഹാവിഷ്ണുവിന്റെ ആദ്യത്തെ അവതാരമായി മത്സ്യാവതാരം അറിയപ്പെടുന്നു. മത്സ്യാവതാരത്തിൽ നിന്ന് ഇനിയും വരും 9 അവതാരങ്ങൾ. പ്രതീക്ഷയോടെ കാത്തിരിക്കൂ.